ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയെടുക്കാം. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, കഴിക്കാനും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇനി അതിലേക്ക് ഒരു 5 ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട്. 4 ആയാലും മതി. മധുരം കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 4 ചേർത്താൽ മതി കേട്ടോ. എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു, എങ്കിലും കുഴപ്പമൊന്നുമില്ല, മധുരം പാകമായിട്ട് തോന്നിട്ടോ. അപ്പോൾ ഇനി ഒരു പാനിൽ വെച്ചിട്ട് അതിലേക്ക് കപ്പലണ്ടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ മണലോ ഉപ്പോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈവണായിട്ട് കിട്ടും കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ മണലില്ലാത്ത കാരണം ഞാൻ പിന്നെ അത് ചെയ്തില്ല കേട്ടോ. ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞു പോകണം ശ്രദ്ധിക്കണം. അതായത് മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലിയൊക്കെ കരിഞ്ഞു പോവും, കളറൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നാലും വെന്തിക്കണമെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു കപ്പ് കടല എടുത്തിട്ട് ഒന്ന് തൊലി ഇളക്കിയാൽ തന്നെ പെട്ടെന്ന് തൊലി നീങ്ങുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു കടലിലെ മണിയൊക്കെ എടുത്തിട്ട് വായിലിട്ട് നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാം നന്നായി വെന്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ കടലിൻ്റെ വേവൊക്കെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ കടല ഏകദേശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടുള്ള ചട്ടിയിൽ കിടന്നാൽ തന്നെ ഒന്നായി കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നന്നായി തൊലിയൊക്കെ ഇങ്ങനെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടിൽ തന്നെ കിടന്നിട്ട് ഒന്നും കൂടെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ശർക്കര ഇടുന്നുണ്ട്. ഇനി ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ശർക്കര ഒന്ന് നന്നായി ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ കടലയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കടല ഒന്ന് ചെറിയ പീസാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് മിഠായിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ തൊലിയൊന്നും ഉണ്ടാകാൻ പാടില്ല. തൊലിയുടെ ഇതൊക്കെ നന്നായി കളയണം കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ചേറാൻ നമുക്ക് മുറക്കുണ്ടെങ്കിൽ അതിലിട്ട് ചേറി കഴിഞ്ഞാലൊക്കെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ പാറിപ്പോയിക്കോളും. അപ്പോൾ അതവിടെ ശർക്കര മെൽറ്റായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ശർക്കര നന്നായി മെൽറ്റാക്കി എടുക്കുക. മെൽറ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മെൽറ്റാക്കി എടുക്കുന്നത് കേട്ടോ. ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ട്, കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി അരിച്ചെടുക്കാം. ശർക്കരയിൽ കല്ല് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ കടല മിഠായി തിന്നുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ആകെ മണ്ണ് കടിക്കും. അപ്പോൾ അതൊന്ന് നന്നായി ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ പാൻ വെച്ചിട്ട് ഞാൻ ഈ ശർക്കര നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പെട്ടെന്ന് തന്നെ ശർക്കര കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒരു നല്ല കട്ടിയായിട്ട് നല്ല എന്താ പറയുക, ഒറ്റനൂൽപ്പരുവൊക്കെ കാണുന്ന രീതിയിൽ വേണം അതൊന്ന് മാറ്റിയെടുക്കാൻ. പാനിൽ നിന്ന് നന്നായി വിട്ട് കിട്ടുന്ന രീതിയിൽ വേണം അതൊന്ന് മാറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വറ്റി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കടല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇനി മാറ്റി വെച്ച കടല ഇനി ഈ ശർക്കര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനി ചൂടോടെ തന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നിരത്തി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പ് ചെയ്ത് കിടക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് ചൂടോടെ തന്നെ ഞാൻ ഈ സ്റ്റീലിൻ്റെ തട്ടിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായി ഒന്ന് റൗണ്ട് ഷേപ്പ്, നമുക്ക് ഏത് ഷേപ്പിനാണ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതോടെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ചൂടാറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് വിട്ട് കിട്ടും കേട്ടോ അതിൽ നിന്ന്. അതാണ് ഞാനിതിൽ എണ്ണ ഒന്നും തടവിട്ടില്ല. പ്ലേറ്റിൽ വെറുതെ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് ആ ചൂടാറിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമ്മൾ കടലമിഠായി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.
പിന്നെ ഇത് ഒടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം, മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.